നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് നജീബ് എന്നൊരു അന്താരാഷ്ട്ര കുറ്റവാളിയെ പിടികൂടിയ വിവരം പ്രേക്ഷകരെല്ലാം അറിഞ്ഞു കാണും. പക്ഷേ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തിലെ പ്രമുഖ ആശുപത്രികളിൽ പലതും ഈ നജീബുമായി കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അടിസ്ഥാനപരമായിട്ടൊരു കാര്യം പ്രേക്ഷകർ ഓർക്ക്, ആശുപത്രികൾ, സർക്കാർ ആശുപത്രിയാകട്ടെ സ്വകാര്യ ആശുപത്രിയാകട്ടെ, രോഗികൾ ആശുപത്രികളെ കാണുന്നത് ഒരു ആശ്രയ സ്ഥാനമായിട്ടാണ്. എന്തൊക്കെ ചികിത്സാ പിഴവിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നാലും ഒരു രോഗി ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്വയം വിശ്വസിക്കുന്നത് ഈ ആശുപത്രി എന്നെ രക്ഷിക്കും, ഇവിടുത്തെ ഡോക്ടർമാർ പറയുന്നതെല്ലാം ശരിയായിരിക്കും, അവർ ചെയ്യുന്നതെല്ലാം ശരിയായിരിക്കും. കാരണം അവർ തരുന്ന മരുന്നുകൾ എന്താണെന്നോ എന്തിനുള്ളതാണെന്നോ എന്നും പലപ്പോഴും പല രോഗികളും ചോദിക്കാറ് പോലുമില്ല. ഡോക്ടർമാരെ കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കുക. ആശുപത്രി എന്ന സ്ഥാപനത്തിന്, ഇപ്പോൾ അതൊരു വലിയ വ്യവസായമായെങ്കിൽ പോലും ആ സ്ഥാപനത്തെ വിശ്വസിക്കുക. ചിലപ്പോൾ ഒരു ഡോക്ടർ നല്ലതാണോ എന്ന് മാത്രം ഒന്ന് പരിചയക്കാരോട് ചോദിക്കുമായിരിക്കും. അതിനും അപ്പുറത്തേക്ക് ആശുപത്രിയുടെ ഒരു പ്രശസ്തി ഇതെല്ലാമാണ് നോക്കുക. കാരണം പരസ്യങ്ങളിലൊക്കെ കാണുന്നു, കാരണം നല്ല തിരക്കുണ്ട്, പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുമല്ലോ. ആശുപത്രിയുടെ കാര്യത്തിൽ അതൊക്കെ പരിശോധിക്കുമായിരിക്കും ചിലരെങ്കിലും. മറ്റു പലരും സർക്കാർ ആശുപത്രികളുടെ കാര്യത്തിൽ രോഗികൾ അവിടെ ചെല്ലുന്നത് അവരുടെ അവസാന ആശ്രയമായിട്ടായിരിക്കും പലപ്പോഴും. സ്വകാര്യ ആശുപത്രിയുടെ കാര്യത്തിലും ചിലപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ മെഡിക്കൽ പ്രൊഫഷനായ ആശുപത്രിയുമായി സംബന്ധിച്ച് വൈദ്യശാസ്ത്രത്തിന്, ഡോക്ടർമാർക്ക് ഒരു വിശ്വാസ്യത സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട്. എത്രയൊക്കെ ചികിത്സാ പിഴവുകളുടെയും അത് കാരണം സംഭവിക്കുന്ന മരണങ്ങളുടെയും ഒരു നിത്യദുരിതങ്ങളുടെയും ഒക്കെ വാർത്തകൾ വന്നാലും ആ വിശ്വാസ്യത ഡോക്ടർമാർ അർഹിക്കുന്നതുകൊണ്ട്. കാരണം സമൂഹത്തിൽ വളരെ മാന്യമായി ഒരു ദൈവതുല്യരായി പ്രവർത്തിക്കുന്ന ഒരുപാട് ഡോക്ടർമാർ നമ്മുടെ നാട്ടിൽ ജീവിച്ച് മരിച്ചിട്ടുണ്ട്. ഇപ്പോഴും പ്രവർത്തന രംഗത്ത് കാര്യക്ഷമമായി തന്നെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നവരുമുണ്ട്. പക്ഷേ അവരുടെയൊക്കെ നല്ല ഗുണാംശങ്ങളെയും പ്രതിച്ഛായയും എല്ലാം നശിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ലേക്ക് ഷോർ പോലുള്ളൊരു വലിയ ആശുപത്രി, പ്രശസ്തമായൊരു ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഈ നജീബുമായി അവർക്കൊരു കരാറുണ്ടായിരുന്നു എന്ന് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആ കരാറിൻ്റെ കോപ്പി ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം, ഒന്ന് കണ്ടു നോക്കൂ. 4 പേജുള്ളൊരു കരാറാണ്. ആ കരാറിൽ പ്രധാനമായിട്ട് പറയുന്നത് ഈ അവയവ മാറ്റത്തിനുള്ള രോഗികളെ കൊണ്ടുവന്നാൽ ഏതൊക്കെ അവയവ മാറ്റത്തിന് എത്ര രൂപയുടെ കമ്മീഷൻ വ്യവസ്ഥകളാണ് എന്നാണ്. അതിൽ പറയുന്നത് കരൾമാറ്റ ശസ്ത്രക്രിയ ആവശ്യമുള്ള രോഗികളെ നജീബ് അവിടെ എത്തിച്ചാൽ 1,00,000 രൂപയും, വൃക്ക മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള രോഗികൾക്ക് 500 രൂപയും കമ്മീഷനായി കൈമാറുമെന്ന്. നജീബിൻ്റെ ഉടമസ്ഥതയിലുള്ള നജീബ് MD ആയിട്ടുള്ള കാലട്രാസ് മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായിട്ടാണ് ലേക്ക് ഷോർ ആശുപത്രി ഈ കരാർ ഒപ്പുവെച്ചിരിക്കുന്ന ഔദ്യോഗികമായൊരു കരാറാണ്. ഇതൊരു ഏജൻറ്റ് കമ്മീഷൻ വ്യവസ്ഥയാണ് എന്ന് വേണമെങ്കിൽ അവർക്ക് പറഞ്ഞു നിൽക്കാം. പക്ഷേ നജീബ് അന്താരാഷ്ട്ര അവയവക്കടത്ത് സംഘത്തിലെ ഒരു പ്രധാന കണ്ണിയാണ് എന്നുള്ള വിവരം പുറത്തു വരുമ്പോഴാണ് ഈ കരാർ ഭയാനകമായൊരു കരാറായി മാറുന്നത്. ലേക്ക് ഷോർ ആശുപത്രിയെ സംബന്ധിച്ച് 2009 എബിൻ എന്നൊരു രോഗിയുടെ ആന്തരികാവയവങ്ങൾ അവർ ഹാർവസ്റ്റ് ചെയ്തിരുന്നു, കച്ചവടം ചെയ്യുവാനായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ വന്നിരുന്നു. അന്ന് മുതൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളുമായി ലേക്ക് ഷോർ ആശുപത്രിക്ക് ബന്ധമുണ്ടെന്നുള്ള സംശയങ്ങൾ ആ ആശുപത്രിയെ ചൂഴ്ന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയൊക്കെ സംശയമുണ്ടായാലും ഒരു വിശ്വാസ്യത എല്ലാ ആശുപത്രികളുടെ മേലും രോഗികൾക്കുണ്ട്. ആ ആശുപത്രികളെ ആശ്രയിക്കുന്ന രോഗികളുടെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ലേക്ക് ഷോർ ആശുപത്രി മാത്രമല്ല, ഏതാണ്ട് വ്യാപകമായി സംസ്ഥാനമൊട്ടാകെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് സ്രോതസ്സ് വെളിപ്പെടുത്താത്ത സാമ്പത്തിക ഇടപാടുകൾ, അധികമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, സംശയാസ്പദമായ ഇടപാടുകളെല്ലാം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് 6ഓളം ആശുപത്രികൾ. അതിൽ ഏറ്റവും പ്രമുഖമായ ആശുപത്രി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായ പരിശോധനകൾ നടക്കുന്നത് ലേക്ക് ഷോർ ആശുപത്രിയെ ചുറ്റിപ്പറ്റിയാണ്. ലേക്ക് ഷോർ ആശുപത്രിയുടെ MD ഉൾപ്പെടെയുള്ളവരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ ചോദ്യം ചെയ്തു കഴിഞ്ഞു ഇതിനിടയ്ക്ക് തന്നെ. ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യലുകളും ഒരുപക്ഷെ അറസ്റ്റുകളും ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക, ലേക്ക് ഷോർ ആശുപത്രിയിൽ ഒരു വ്യക്തിയെ മാത്രമല്ല, അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള SK അബ്ദുള്ളയെ മാത്രമല്ല
എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. മുതിർന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘത്തെ തന്നെ ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തുടരെ ചോദ്യം ചെയ്യുകയും ആശുപത്രിയുടെ വിവിധ വിഭാഗങ്ങളിൽ പരിശോധനകൾ നടത്തുകയും ഇനി നടത്തുവാനുള്ള നടപടികൾ കൈക്കൊള്ളുകയുമാണ്. നജീബ് എന്ന വ്യക്തി ഒരു കുറ്റവാളിയാണെന്ന് ഏതാണ്ട് ഉറപ്പിക്കാമെന്നുള്ള തരത്തിലാണിപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അയാൾ തന്നെ പല കാര്യങ്ങളും സമ്മതിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള അവയവക്കടത്തുകൾ സാധാരണക്കാരെ പണം നൽകി പ്രീണിപ്പിച്ച് അവരിൽ നിന്ന് അവയവങ്ങൾ എടുത്ത് ആവശ്യമുള്ള പണം നൽകുവാൻ ഈ സാമ്പത്തികമായിട്ട് ശേഷിയുള്ളവർക്ക് മുറ തെറ്റിച്ചുള്ള അവയവദാന ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കുക. ആ അവയവദാന ശസ്ത്രക്രിയയ്ക്ക് അവരെ ലേക്ക് ഷോർ പോലെ ഈ നജീബിൻ്റെ കാലട്രാസ് മെഡിക്കൽ ടൂറിസം കമ്പനിയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ആശുപത്രികളിൽ എത്തിക്കുക തുടങ്ങിയൊരു വലിയ ശൃംഖല തന്നെ ഇതിന് പിന്നിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വളരെ കാലങ്ങളായി. ഈ അവയവ കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ പലപ്പോഴും ഉയർന്നു വരുമ്പോൾ കുറച്ചു കാലത്തേക്ക് അതൊരു തീ പിടിച്ചൊരാരോപണമായി സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കും. മാധ്യമങ്ങൾ അത് ആഘോഷിക്കും. പക്ഷേ ഒരല്പം കഴിയുമ്പോൾ, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പതിയെ ആ വാർത്തകൾ കെട്ടടങ്ങി തുടങ്ങും. മാധ്യമങ്ങൾ ആ വാർത്തകൾ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കാതാകും. പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ നജീബ് അറസ്റ്റിലായ സമയത്ത് ഏതാണ്ട് ഒരു 24 മണിക്കൂറിൽ അവരുടെ വാർത്താ സംപ്രേഷണത്തിൽ ഫ്ലാഷ് ന്യൂസായിട്ടെങ്കിലും ഒരു അരമണിക്കൂർ ഇടവിട്ട് നജീബിൻ്റെ പുതിയ വിവരങ്ങൾ, നജീബ് അന്താരാഷ്ട്ര കുറ്റവാളിയാണ്, അന്താരാഷ്ട്ര അവയവക്കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണിയാണ്, കുറ്റവാളിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചതാണെന്നുള്ള രീതിയിൽ വളരെയധികം തീക്ഷ്ണമായ ഭാഷ ഉപയോഗിച്ച് തന്നെ വാർത്തകൾ നൽകിയിരുന്നു. ലേക്ക് ഷോറിനെ പോലുള്ള ആശുപത്രികൾ ചിത്രത്തിലേക്ക് വരികയും അവരുടെ പങ്ക് ഇതിൽ വെളിവായി വരികയും ചെയ്യുക, അല്ലെങ്കിൽ സംശയത്തിൻ്റെ നിഴലിൽ അവർ ഇത്തരത്തിലുള്ള ആശുപത്രികൾ വരികയും ചെയ്തതോടുകൂടി ഈ അരമണിക്കൂർ ഇടപെട്ടെന്നുള്ളത് ഒരു 5 മണിക്കൂർ ഇടപെട്ടായി മാറി. അവയവക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ പൊടുന്നനെ തന്നെ ഒരു ദിവസത്തിൽ ഒരു തവണ എന്നുള്ള രീതിയിലേക്ക് ഈ വാർത്താ സംപ്രേഷണം മാറിക്കഴിഞ്ഞു. കാരണം ഇത്തരത്തിലുള്ള വലിയ ആശുപത്രികളുടെ ഏറ്റവും വലിയ പ്രത്യേകത ദൃശ്യമാധ്യമങ്ങൾക്കും മറ്റു മാധ്യമങ്ങൾക്കുമെല്ലാം കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾ അവർ നൽകാറുണ്ട്. ആ പരസ്യത്തിൻ്റെ വരുമാനം നഷ്ടപ്പെടുവാൻ ഒരു ദൃശ്യമാധ്യമവും ആഗ്രഹിക്കില്ല, ഒരു മുഖ്യധാരാ മാധ്യമവും ആഗ്രഹിക്കില്ല. അതാണ് വസ്തുത. ആ വസ്തുത പ്രേക്ഷകർ തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ടേ മതിയാവുകയുള്ളൂ. അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വ്യവസ്ഥ. അത്തരത്തിലുള്ളൊരു വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ എത്ര കാലം ഈ കേസിൻ്റെ പിന്നാലെ മാധ്യമങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രേക്ഷകർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ ധൈര്യത്തിലാണ് ഇത്തരത്തിലുള്ള ആശുപത്രികളും നജീബിനെ പോലുള്ള കൊടും കുറ്റവാളികളും ഈ ആതുര സേവനത്തിന് എന്ന പേരിൽ കച്ചവടമാണ്, അതിൽ നിന്ന് പണം വാങ്ങുന്നുണ്ടെങ്കിൽ പോലും ആതുര സേവനമാണ് എന്ന് ജനം സമ്മതിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ അറവുശാലകളായി മാറ്റുന്നത്. ഇത്തരത്തിലുള്ള അറവുശാലകളുടെ എല്ലാവിധത്തിലുള്ള ലൈസൻസുകളും റദ്ദ് ചെയ്യണം. അവരുടെ ചികിത്സാ സംബന്ധിയായിട്ടുള്ള ലൈസൻസുകൾ മാത്രമല്ല, ബ്ലഡ് ബാങ്കിനുള്ളതും മറ്റേത് തരത്തിലുള്ള ഈ ആതുര സേവനവുമായി ബന്ധപ്പെട്ട വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ഏത് സേവനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലൈസൻസുകളും അവർക്ക് അനുവദിച്ചിട്ടുണ്ടോ ഈ വിഷയത്തിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുന്നതുവരെ. എങ്കിലും അവർ നിരപരാധികളാണെങ്കിൽ അവർക്ക് ആ ലൈസൻസുകൾ തിരികെ നൽകി മുഖ്യധാരാ മാധ്യമങ്ങൾ അത് പ്രാമുഖ്യത്തോടു കൂടി തന്നെ ആ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും വേണം. മറിച്ചാണെങ്കിൽ ഒരു കുറ്റവാളി കുറ്റം ചെയ്തു എന്ന് കോടതിയിൽ തെളിയിക്കപ്പെടുന്നത് വരെ അയാൾ നിഷ്കളങ്കനാണ്, അല്ലെങ്കിൽ കുറ്റവാളി അല്ല, കുറ്റാരോപിതൻ മാത്രമാണ് എന്നൊരു നമ്മുടെ നിയമത്തിൻ്റെ ഒരു പൊതു തത്വമാണ് നമ്മുടെ നിയമം പിന്തുടരുന്നത്. പക്ഷേ ആശുപത്രികളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തത്വം അവരുടെ മേൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു അബദ്ധമായി മാറുവാനുള്ള സാധ്യതയുണ്ട്. കാരണം ജീവൻ വെച്ചുള്ള കളിയാണ്, പലരുടെ ജീവൻ വെച്ചുള്ള കളിയാണ്, അല്ലെങ്കിൽ ഒരു വ്യവസായമാണ് ആശുപത്രികൾ. വ്യവസായമെന്ന് തന്നെ പറയും. ആതുര സേവനം എന്നുള്ളതൊക്കെ ഒരു നിമിഷത്തേക്ക് മറക്കൂ. സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സിക്കാൻ പോകുന്നവർ അതിന് കനത്ത തുക നൽകിയാണ് സ്വന്തം ശരീരത്തിന് ചികിത്സ തേടുന്നതവിടെ. ആ കൊടുക്കൽ വാങ്ങലുകളിൽ അവരുടെ അവയവങ്ങൾ സുരക്ഷിതമല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്കെന്തെങ്കിലും അവയവ മാറ്റം വേണ്ട അവസ്ഥയിൽ ഇത്തരത്തിൽ ചതിപ്പണികളിലൂടെ കൊണ്ടുവരുന്ന അവയവങ്ങളാണ് അവരുടെ ഉള്ളിൽ വെച്ച് പിടിപ്പിക്കപ്പെടുന്നതെങ്കിൽ ഇതൊരു അറവുശാല തന്നെയാണ്. കാരണം അവിടെ നിന്നാണല്ലോ ഈ ബോട്ടിയും കരളും എല്ലാം കിട്ടുന്നത് സാധാരണ മാംസഭുക്കുകൾക്ക്. ഇതിൽ മാംസഭുക്കുകളും ഈ ആശുപത്രിയുടെ ഉടമസ്ഥരും നജീബിനെ പോലുള്ളവരുമാണെന്ന് പറയേണ്ടി വരും. അവരുടെ കുറ്റം തെളിഞ്ഞാൽ നജീബിൻ്റെ കാര്യത്തിൽ കുറ്റം തെളിയുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ വെച്ച് ഈ അന്വേഷണം വഴിമുടക്കപ്പെടുകയോ ചെയ്തില്ലെങ്കിൽ
എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള കേസ് ആയതുകൊണ്ട് അവരൊക്കെ ഇടപെട്ടിട്ടുള്ള കേസ് ആയതുകൊണ്ട് ഈ അറവുശാലയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ലേക്ക് ഷോർ ആശുപത്രിയുടെ മാനേജ്മെൻറ്റ് ഇപ്പോൾ പറയുന്നത് അവർക്കെതിരെ വരുന്ന വ്യാജ വാർത്തകൾക്കെതിരെ അവർ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ്. വ്യാജ വാർത്തകൾ എന്ന് പറയുന്നത് ഇത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും നജീബിൻ്റെയും ഒക്കെ, നജീബിൻ്റെ കുറ്റസമ്മതത്തിൽ നിന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പത്രക്കുറിപ്പിൽ നിന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് അടുത്ത വൃത്തങ്ങൾ നമ്മളോട് പറയുന്ന വിവരങ്ങളുമാണ് ഈ മാധ്യമങ്ങൾ, ഇത് പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങൾ, അല്ലെങ്കിൽ ഇത് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവരണമെന്ന് നിർബന്ധമുള്ള വിരലിലെണ്ണാവുന്ന മാധ്യമങ്ങൾ. തത്വമയ്യ അതിൽ ഉൾപ്പെട്ട ഒരു മാധ്യമമാണ്. തത്വമയി ന്യൂസ് അതിൽ ഉൾപ്പെട്ട ഒരു മാധ്യമമായതുകൊണ്ട് തന്നെ സധൈര്യം പറയുന്നു, സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ, ലഭ്യമായ വിവരങ്ങൾ, കുറ്റാരോപണങ്ങൾ മാത്രമാണ് ഇപ്പോഴും, അത് എടുത്തു പറയുന്നു. പക്ഷേ തെളിയിക്കപ്പെട്ടിട്ടില്ല. കുറ്റം തെളിഞ്ഞു എന്ന് വിധിക്കാൻ ഞങ്ങൾ കോടതിയുമല്ല, പക്ഷേ മാധ്യമങ്ങളാണ്, ജനങ്ങളുടെ കണ്ണാണ്. ആ കണ്ണിലൂടെ ലഭ്യമായ വിവരങ്ങൾ പുറത്തു വിടുക തന്നെ വേണം. അതിന് മാനനഷ്ട കേസോ അത്തരത്തിലുള്ള ഭീഷണികളൊന്നും ലേക്ക് ഷോറിനെ പോലുള്ള ഒരു ആശുപത്രി ഉയർത്തുന്നത് അവരുടെ തന്നെ സത്പേരിന് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികളായി വന്നു ഭവിക്കുകയേ ചെയ്യുകയുള്ളൂ. അവർക്ക് മറയ്ക്കാനൊന്നുമില്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാതെ ED പോലുള്ള അന്വേഷണ ഏജൻസികളുമായി സഹകരിച്ച് ഒന്നും ലഭിച്ചില്ല, അവർ കുറ്റവിമുക്തരാണ് എന്നുള്ള ഒരു ഉറപ്പ് ED നിന്ന് ലഭിച്ചാൽ അത് സധൈര്യം പരസ്യം കൊടുക്കുക. കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ, നിങ്ങൾ അത്രയും കോടി തന്നെ മുടക്കി മാധ്യമങ്ങളിൽ കൊടുക്കാൻ പറഞ്ഞാൽ 24 മണിക്കൂറും നിങ്ങൾക്ക് ലഭിച്ച ക്ലീൻ ചിറ്റിൻ്റെ പരസ്യം അവരെ ഓടിച്ചോളും, ഒരു നാണവുമില്ലാതെ. മുഖ്യധാര മാധ്യമങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അത് ചെയ്യുക. സമൂഹത്തിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കുക. കാരണം നിങ്ങളുടെ വിശ്വാസ്യത എന്നുള്ളത് പല രോഗികളുടെയും ഒരു ആശ്രയമായിട്ടായിരുന്നു ഇത്രയും കാലം തുടർന്നിരുന്നത്. അത് ഒരു അറവുശാലയാണ് എന്നൊരു ബോധ്യം ഏതെങ്കിലും ഒരു രോഗിക്കുണ്ടായാൽ അത്രയും ഒരു ഹൃദയവേദന, കാരണം ഹൃദയവേദന എന്ന് പറയുന്നത് എനിക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥാപനത്തിന് ഇങ്ങനെയൊരു ഗതി ഉണ്ടായല്ലോ എന്നുള്ളൊരു ഡ്രമാറ്റിക് അല്ലെങ്കിൽ ഒരു നാടകീയമായ ഹൃദയവേദനയല്ല. അവിടെ ചികിത്സ തേടിയ എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ഭിഷഗ്വരന്മാർ കാരണം, ഇത്തരത്തിലുള്ളൊരു സ്ഥാപനം കാരണം എന്നുള്ള ചിന്ത നൽകുന്ന ഹൃദയവേദന, അത് ഭയാനകമാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ തന്നെ ഭയാനകമാണ്. ഇനി അങ്ങോട്ടേക്ക് വരാനുള്ള വിവരങ്ങൾ കൂടുതൽ ഭയാനകമാകും എന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. എന്തായാലും ഈ ലേക്ക് ഷോറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് 5 ആശുപത്രികളിലും EDയുടെ റെയ്ഡ് നടക്കുന്ന മറ്റ് 5 ആശുപത്രികളെ സംബന്ധിച്ചും പറയുകയാണെങ്കിൽ അവർക്ക് ഈ നജീബുമായിട്ട് പ്രത്യക്ഷത്തിൽ ബന്ധമുള്ളത് ഒരു കമ്മീഷൻ ഏജൻറ്റിൻ്റെ തലത്തിൽ മാത്രമാണെങ്കിൽ പിന്നീട് അവരെ കുറ്റം പറയാനൊന്നുമില്ല. പക്ഷേ അങ്ങനെയാണ് എന്ന് തോന്നുന്നില്ല. കാരണം കൃത്യമായിട്ട് ഈ നജീബുമായിട്ടുള്ള അവരുടെ ഇടപാട് അവയവമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയത് ലേക്ക് ഷോറിനെ സംബന്ധിച്ചെങ്കിലും ഞാൻ അതുമായിട്ടുള്ള നജീബിൻ്റെ കാലട്രാസ് എന്ന കമ്പനിയുമായിട്ട് ലേക്ക് ഷോറിനുള്ള കരാറിൻ്റെ പകർപ്പ് പ്രേക്ഷകരെ കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു ആഴത്തിലുള്ള അന്വേഷണം ആവശ്യമാണ്. പ്രത്യേകിച്ച് കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമാണ്. അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഒരു പ്രത്യേക അന്വേഷണ സംഘമോ അല്ലെങ്കിൽ ഒരു ക്രൈം ബ്രാഞ്ചോ ഒക്കെ അന്വേഷിക്കേണ്ട ഒരു കേസാണ്. ക്രൈം ബ്രാഞ്ചിൻ്റെ തന്നെ ഒരു പ്രത്യേക അന്വേഷണം, അല്ലെങ്കിൽ കേരള സർക്കാർ ഇതിന് CBI അന്വേഷണം ആവശ്യപ്പെടേണ്ട ഒരു കേസാണിതെന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. കാരണം ഈ അവയവ കച്ചവടം എന്നുള്ളത് ലേക്ക് ഷോർ ആശുപത്രിയും നജീബും തമ്മിലുള്ളൊരു ഇടപാടിൽ മാത്രം ഒതുങ്ങുന്നു എന്ന് തോന്നുന്നില്ല. കാരണം നജീബിൻ്റെ ബന്ധങ്ങൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് വ്യാപിച്ച് കിടക്കുന്നതാണ്. അയാളുടെ ഇരകൾ സാധാരണക്കാരാണെങ്കിൽ പോലും ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ അയാൾ, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, EDയിൽ നിന്നൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും നമുക്കറിയുവാൻ കഴിയുന്ന വിവരങ്ങളനുസരിച്ച് ഏറ്റവും ചുരുങ്ങിയത് തമിഴ്നാട് വരെയെങ്കിലും അയാളുടെ വ്യാപാര ബിന്ദുക്കൾ നീണ്ടു കിടപ്പുണ്ട്, അല്ലെങ്കിൽ വ്യാപാര ശൃംഖല നീണ്ടു കിടപ്പുണ്ട്. ഒരു സ്ഥാപനമായിട്ട് തുടങ്ങിയ ഈ ഒരു കാലട്രാസ് എന്ന സ്ഥാപനത്തിലൂടെ വെറും ഒരു കമ്മീഷൻ ഏജൻ്റായി പുറം ലോകത്ത് തന്നെ സ്വയം അവതരിപ്പിക്കുന്ന നജീബ് ഒരു അന്താരാഷ്ട്ര അവയവ കടത്ത് കുറ്റവാളിയാണ് എന്നുള്ള കാര്യം ഏതാണ്ട് തീർച്ചപ്പെട്ടിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു കുറ്റവാളിയുമായി, പ്രത്യേകിച്ച് അവയവ കടത്തുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ വ്യവസ്ഥയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാപനം, അവരുടെ നിഷ്കളങ്കത അവർ തന്നെ തെളിയിക്കേണ്ടതാണ്. കാരണം പ്രത്യേകിച്ച് നിങ്ങൾ ആതുര സേവന രംഗത്താണ് പ്രവർത്തിക്കുന്നത്. രോഗികൾക്ക് നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കേണ്ടത് നിങ്ങളുടെ മാത്രം കടമയാണ്. അല്ലെങ്കിൽ ഈ സമൂഹത്തിനോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹങ്ങളിലൊന്ന് അതുമായിരിക്കും. ഈ അറവുശാലയായി നിങ്ങളുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നു എന്നതിനപ്പുറം ഒരു സമൂഹത്തിൻ്റെ വിശ്വാസമാണ് നിങ്ങൾ തകർക്കുന്നത്.
അതുമാത്രമേ ഈ വിഷയത്തിൽ അവസാനമായി പറയുവാനുള്ളൂ. പ്രേക്ഷകരുടെ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളോട് കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.